തെക്കൻ പഴനി എന്നറിയപ്പെടുന്ന ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ഒരു ഐതിഹ്യമുണ്ട്. പുല്ലാമ്പഴി ഇല്ലത്തെ തന്ത്രി കാരണവർക്കും പുത്തിയൂർ മൂസദിനും ആമ്പക്കാട്ട് കുടുംബത്തിലെ കരപ്രമാണിക്കും ഒരേ സമയം സ്വപ്ന ദർശനത്തിലൂടെ കായംകുളം കായലിൽ ജലസമാധിയിൽ ചതുർബാഹുവായ വേലായുധ സ്വാമിയുടെ വിഗ്രഹം കിടപ്പുണ്ടെന്നും നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണത്തക്ക വിധം ഒരടയാളം അവിടെ ഉണ്ടാകുമെന്നും സ്വപ്നത്തിലൂടെ അറിയുന്നു. തുടർന്ന് ഇവർ 3 പേരും നാട്ടുപ്രമാണിമാരും അവിടെ എത്തി വിഗ്രഹം കണ്ടെത്തുകയും ആ വിഗ്രഹം വള്ളത്തിൽ കയറ്റി നെൽപ്പുര കടവിലെത്തിക്കുകയും ചെയ്യുന്നു. നെൽപ്പുര കടവിൽ അല്പം വിശ്രമിക്കുന്നു. ഇന്ന് ആ സ്ഥലം അരനാഴിക എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് അവിടെ ഒരു ക്ഷേത്രവും ഉണ്ട്. തുടർന്ന് ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്രത്തിൽ വിഗ്രഹം കൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തിയതായിട്ടാണ് ഐതിഹ്യം. ഈ വലിയ ക്ഷേത്രത്തിന് സമീപം തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ മൂലസ്ഥാനവും സ്ഥിതി ചെയ്യുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. വലിയ ക്ഷേത്രത്തിന് തെക്ക് വശത്തായിട്ടാണ് ഈ മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. കൊത്തുപണികളുടെ വൈവിധ്യം ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. ഹരിപ്പാട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് 1.5 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറിയാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും 1 കിലോമീറ്റർ മാറി മണ്ണാർശാല നാഗരാജ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു.